Hi all, welcome back to our science class. I hope you all are studying the last class. What we study in our last class, we have seen force. It is a push or pull, and different effects of some effects of force. What are the effects? A force can, when a force is applied, a stationary object can move. When force is applied, the object changes its shape. When the application of force, there is a moving object stop. Moving object there changes direction. Their speed increase when we applying force. These all effects we studied in our last class. Force is actually a push or a pull. Or pullum pushu okayana force ennu parnju. Then we studied the types of force. Different types of force we studied. First one, muscular force, all the lifting, kicking, and jumping, everything. All the activities of doing muscles with our muscles is actually a muscular force. Force is arise due to the action of muscles are called muscular force. Then we studied gravitational force. It is when one apple is moving down. It is due to the gravitational force of Earth. So Earth has the property to attract all objects towards its center. It is called gravitational force. So gravitational force we have to study. So many examples are there. Then in your figure 4.2, different types of force. Okay, gravitational force of the Earth. Next force is frictional force. Frictional force is able to, due to the frictional force, we can able to walk, stand, etc. So frictional force means it is the force by opposing the motion of an object. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിനെ തടയുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫുട്ബോൾ കിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഫുട്ബോൾ ആഫ്റ്റർ സംടൈംസ് ഇറ്റ് സ്റ്റോപ്സ് ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ഓഫ് ഗ്രൗണ്ടിൻ്റെ ഫ്രിക്ഷൻ കൊണ്ടാണ് ഫുട്ബോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ തെന്നി വീണന് അല്ലേ. ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒരു മാർബിൾ ഫ്ലോറിൽ അല്ലെങ്കിൽ ഒരു ടൈലിട്ട ഫ്ലോറിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സ്ലിപ്പാകും, ബിക്കോസ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഫ്രിക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. So frictional force is also another type of force that will help us to many things, many activities. Okay, then another force is elastic force. Elastic force we have seen a stretched object, rubber band. A stretched rubber band, there is a force in it. So that force is called elastic force. അതുകൊണ്ടാണ് നമ്മൾ അമ്പൊക്കെ നിങ്ങൾ ആരോ അല്ലേ കണ്ടിട്ടുണ്ട്, അമ്പ് ചെയ്യുന്നത് അങ്ങനത്തെ അവസരമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ദർ ഈസ് എ ഫോഴ്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഫോഴ്സ്. ഇനി വേറൊരു ടൈപ്പ് നമ്മൾ ഫോഴ്സ് പഠിച്ചു, ബൊയാൻസ് ഫോഴ്സ്. ബൊയാൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹാസ് എ ഫോഴ്സ്. വെള്ളത്തിന് ഒരു ഫോഴ്സ് ഉണ്ട്. സോ വി ക്യാൻ ഫ്ലോട്ട്, ദി ഷിപ്പ് ഈസ് ഫ്ലോട്ടിംഗ് ഇൻ ദ വാട്ടർ ബിക്കോസ് ഓഫ് ദ ബൊയാൻ ഫോഴ്സ്. എല്ലാ ഒബ്ജക്റ്റിനെയും മുകളിലേക്ക് തള്ളുന്ന ഒരു ഫോഴ്സ് വാട്ടറുണ്ട്. വാട്ടർ ഹാസ് ദ ഫോഴ്സ് ടു അപ്പ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഒബ്ജക്റ്റിനെ മുകളിലേക്ക് തള്ളുന്ന പുഷ് ദ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് തള്ളുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയാൻ ഫോഴ്സ് ഓർ അപ് ത്രസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഫോഴ്സ് ആക്ട് എവറി ഒബ്ജക്റ്റ് ഈവൻ വെൻ യു എൻ്റർ ദ സ്വിമ്മിംഗ് പൂൾ. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഒക്കെ ഒരു റിവറിലൊക്കെ ചെന്നിട്ട് നമ്മളൊരു കല്ല് പൊക്കിയെടുത്താൽ അതിന് വെയ്റ്റ്ലെസ് തോന്നും, കാരണം ദി വാട്ടർ ഓൾസോ ഹെൽപ്പിംഗ് അസ്. വെയിറ്റ് കുറഞ്ഞതായിട്ട് തോന്നും ബിക്കോസ് വാട്ടർ ഹെൽപ്പിംഗ് അസ്. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയാൻ ഫോഴ്സ്. അടുത്ത ഫോഴ്സ് മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ പഠിച്ചു. ഓൾ ദ മെഷീൻസ് ഹാവ് സം ഫോഴ്സ്. ഇറ്റ് ഈസ് കോൾഡ് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സിസേഴ്സ് കട്ട് ചെയ്യുന്ന മെഷീനാണ് അല്ലേ. നമ്മൾ ബോട്ടിൽ ഓപ്പണർ നമ്മൾ പഠിച്ചു, ഒരു പ്ലെയറിനെ കുറിച്ച് പഠിച്ചു. ദിസ് ഈസ് മെക്കാനിക്കൽ ഫോഴ്സ്. പിന്നെ രണ്ട് ടൈപ്പ് ഫോഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേര് മാത്രം പഠിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. യു വിൽ സ്റ്റഡി ഇൻ യുവർ ഹയർ ക്ലാസ്സസ് വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ദെൻ വി സ്റ്റഡി സിമ്പിൾ മെഷീൻ.
Simple machine, we can see simple machine is the tool which make our work easier. നമ്മുടെ വർക്കുകൾ ഈസി ആക്കുന്ന മെഷീനാണ് സിമ്പിൾ മെഷീൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ മെഷീൻ: പ്ലെയിൻ, വീൽ ആൻഡ് ആക്സിൽ, പുള്ളി, സ്ക്രൂ ഗേജ്, ലിവർ എക്സെട്ര. ദാറ്റ് ആർ ദി സിമ്പിൾ മെഷീൻ. അതിനകത്ത് ഒരു ടൈപ്പ് സിമ്പിൾ മെഷീനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ലിവർ. ലിവർ എന്ന് പറയുന്ന സിമ്പിൾ മെഷീനിൽ വരുന്നതാണ് പ്ലയേഴ്സ്, ബോട്ടിൽ ഓപ്പണർ, ട്വീസേഴ്സ് ആൻഡ് ഹാമർ ആർ ലിവേഴ്സ്. അപ്പം ലിവറിനകത്ത് വരുന്നതാണ് ബോട്ടിൽ ഓപ്പണർ, പ്ലെയർ, ട്വീസേഴ്സും പ്ലെയറും ഏകദേശം ഒരുപാട് ഇരിക്കും. ട്വീസേഴ്സ് ആൻഡ് ഹാമർ, ചുറ്റിക, ഇതെല്ലാം വരുന്നത് നമ്മുടെ ലിവർ എന്ന സിമ്പിൾ മെഷീൻസിലാണ്. പിന്നെ നമ്മൾ ഓരോ ഫിഗറും പഠിച്ചു: ലോഡ്, എഫേർട്ട്, ഫക്രം. അപ്പോൾ ഈ ഫക്രം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ഫിഗറിനകത്ത് ഫിഗർ 4.3 ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ 4.3-ക്കകത്ത് നമ്മൾ ലോഡ് എടുക്കുമ്പോൾ ഒരു സപ്പോർട്ടായിട്ടൊരു ചെറിയ കല്ല് വെച്ച്, ആ ചെറിയ കല്ലെന്ന് പറയുന്നതാണ് ഫക്രം, ഫക്രം. ഓക്കെ, അപ്പം ഫക്രം എന്ന് പറയുന്ന ആ സാധനത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു ലോഡ് നമ്മൾ വരുന്നത്. അപ്പം എഫേർട്ട്, ലോഡ്, ഫക്രം. അപ്പം ആ ഫക്രം എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസാണ് ഫസ്റ്റ് ക്ലാസ് ലിവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ലിവർ. അപ്പം ആ ലിവേഴ്സിനെ മൂന്നായിട്ട് തന്നിരിക്കുന്നു: ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ. ദാറ്റ് ഓൾ തിങ്സ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്. ഐ ജസ്റ്റ് റിപ്പീറ്റ് ടു റിമൈൻഡ് യു. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്ലാസ് ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫക്രം നടുക്കും ലോഡും എഫേർട്ടും രണ്ട് സൈഡിലും വരുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ലിവർ. ഇനി സെക്കൻഡ് ക്ലാസ് ലിവർ എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രി വരുന്നത്? ലോഡ് സെൻട്രി വരുന്നു. എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് ലിവറിന് എക്സാമ്പിൾ പ്ലെയേഴ്സ്, ഹാമറൊക്കെ ഫസ്റ്റ് ക്ലാസ് ലിവറാണ്. അപ്പം നമ്മൾ ഓർക്കുക, പ്ലെയറിനും ഹാമറിനും ഒക്കെ ഫക്രമാണ് നടുക്ക് വരുന്നത്, ലോഡും എഫേർട്ടും രണ്ട് സൈഡിലും വരുന്നു. അതുപോലെ സെക്കൻഡ് ക്ലാസ് മെഷീൻ എക്സാമ്പിളാണ് നട്ട് ക്രാക്കർ. നട്ട് നടുക്കാണ് വരുന്നത്, നടുക്ക് വെച്ചിട്ടാണ് നട്ട് ക്രാക്കർ, ബോട്ടിൽ ഓപ്പണർ. ഓക്കെ, അപ്പം ലോഡ് എവിടെ വരുന്നു? സെൻറ്ററിൽ വരുന്നു. ലോഡ് സെൻറ്ററിലും എഫേർട്ട് ഒരു സൈഡിലും ഫക്രം അടുത്ത സൈഡിലും. അപ്പോൾ സെൻറ്ററിൽ വരുന്ന ലോഡാണ് ഓർക്കുക. അങ്ങനെയുള്ള മെഷീൻസിനെ സെക്കൻഡ് ക്ലാസ് ലിവേഴ്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ ബോട്ടിൽ ഓപ്പണർ, നട്ട് ക്രാക്കർ, ഇതൊക്കെ പഠിച്ചു. ഇനി തേർഡ് ക്ലാസ് മെഷീൻ ലോഡ് ഒരു സൈഡിൽ വരുന്നു, അതുപോലെ എഫേർട്ട് നടുക്ക് വരുന്നു, ഫക്രം വേറൊരു സൈഡിലും വരുന്നു. അങ്ങനത്തെ മെഷീൻസാണ് തേർഡ് ക്ലാസ് ലിവേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ലിവറിന് എക്സാമ്പിൾ ഫിഷിംഗ് റോഡ്, ഐസ് സ്റ്റോൺസ്, ട്വീസേഴ്സ് ഒക്കെ നമ്മൾ തേർഡ് ക്ലാസ് മെഷീൻസിൽ പെടുന്നതാണ്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ടുഡേ വി ആർ ഗോയിങ് ടു see the next simple machine. First simple machine is lever, that we already study. Second is inclined plane. അടുത്ത സിമ്പിൾ മെഷീനാണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇതൊരു സിമ്പിൾ മെഷീനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സിമ്പിൾ മെഷീനാണ്. പക്ഷേ നിങ്ങൾ പലപ്പോഴും എന്താണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ? ഒരു ചെരിഞ്ഞ പ്രതലം, അതായത് ഒരു ചെരിഞ്ഞ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന് പറയുന്നതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. സംടൈംസ് you have seen when from the hospitals, when you go to hospital, there is a stairs are there. At the same time, there is another route, there is a inclined path is there. The wheelchairs are go to that inclined path. Do you notice that? ഒരു ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ സ്റ്റെയർ കേസ് കാണാം, നമ്മൾ സ്റ്റെയറുകൾ കാണാം. പക്ഷേ ആ സ്റ്റെയറിനെക്കാട്ടിലും കയറുന്നത് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന പാത്താണ് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു വഴി കാണാം, അല്ലേ? അതിലൂടെ നമുക്ക് വീൽ ചെയറൊക്കെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും, ഈസി ആയിട്ട് തള്ളിക്കൊണ്ട് പോകാം. ഒരു വീൽ ചെയർ നമ്മൾ സ്റ്റെയറിനകത്തൂടെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമോ? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ നമുക്ക് വീൽ ചെയർ മൂവ് ചെയ്യാൻ പറ്റും. സോ ഇൻക്ലൈൻഡ് പ്ലെയിൻ റെഡ്യൂസ് അവർ എഫേർട്ട്, അല്ലെങ്കിൽ അവർ വർക്ക്, അല്ലേ? നമ്മുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് inclined plane. So we can classify inclined plane also a simple machine. അതുപോലെ തന്നെ നിങ്ങൾ വലിയ ഹെവി ഒബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ വഴിയരികിൽ കൂടെയൊക്കെ റബ്ബർ തടി കയറ്റുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ട് തടി ഇങ്ങനെ വെച്ചിട്ട്
ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇങ്ങനെ ഒരു തടി വെച്ചിട്ട് ഈ റബ്ബർ തടി ഇങ്ങനെ 2 പേര് ചേർന്ന് ഇങ്ങനെ വലിച്ച് ഉരുട്ടിക്കയറ്റുന്നത് നിങ്ങൾ യു മേ ബി സീൻ ഇൻ വെൻ യു ട്രാവൽ ഹിയർ ആൻഡ് ദയർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ തടി ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെ ഉരുട്ടിക്കയറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടാണ്. കാരണം അങ്ങനെ ഒരു ചെരിഞ്ഞ പ്രതലം ഒരു 2 തടിയോ പൈപ്പോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ലോഡ് ആൻഡ് അൺലോഡ്. നമുക്കൊരു സാധനം ഇറക്കാനും കയറ്റാനും ഒക്കെ ഈസിയാണ്. അവർ വർക്ക് ഈസി ആക്കുന്ന ഒരു മെഷീനാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. മെഷീൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഇൻക്ലൈൻ ചെരിഞ്ഞ പ്രതലം നമ്മുടെ വർക്കിനെ ഈസി ആക്കുന്നു. അതും ഒരു സിമ്പിൾ മെഷീനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഹെവി ആയിട്ടുള്ള ജനറേറ്ററുകളൊക്കെ നിങ്ങൾക്കറിയാം. ജനറേറ്ററുകളൊക്കെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് ഇറക്കുന്നത് ഒരു 2 പാലം പോലത്തെ ഒരു 2 തടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈപ്പ്സൊക്കെ വെച്ചിട്ട് അത്തേക്കൂടെ നിരക്കി ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അങ്ങനെ പല സാഹചര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പം ഒരു നേരെ നമ്മൾ കയറുന്നതിനെക്കാട്ടിലും ഇച്ചിരി ഇൻക്ലൈൻഡ് ആയിരിക്കുന്നിടത്ത് ലോഡിങ് അൺലോഡിങ് വി ക്യാൻ ഈസി. അവർ വർക്ക് വിൽ ബി ഈസി വെൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് എ സിമ്പിൾ മെഷീൻ. ഓക്കെ, ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. You come with me, I am reading. Okay, you follow me. Walking up a slope is easier than climbing a ladder to same height. നമ്മുടെ ഒരു ലാഡറിൽ കയറുന്നതിനെക്കാട്ടും നമുക്ക് എളുപ്പമാണ് ഒരു ചെരിഞ്ഞ സ്ഥലത്തൂടെ നമുക്ക് നടന്നു പോകുന്നത്. ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് എ സ്ലോപ്പ് വിച്ച് മേക്സ് വർക്ക് ഈസിയർ. നമ്മളിപ്പം പറഞ്ഞു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ചെരിഞ്ഞ സ്ലോപ്പാണ് നമ്മുടെ വർക്കിനെ ഈസി ആക്കുന്ന ഒരു സ്ലോപ്പാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. നമുക്കൊരു ഇങ്ങനെയുള്ളൊരു ലാഡറയിൽ കയറുന്നതിലും എളുപ്പമാണ് നമ്മളിങ്ങനെ ചെരിഞ്ഞ ഒരു പ്രതലത്തിൽ കൂടെ ഒരു സാധനം കയറ്റിക്കൊണ്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇൻക്ലൈൻഡ് പ്ലെയിൻസ് റെഡ്യൂസ് അവർ വർക്ക് ഓർ വർക്ക് become easier. When a workers have to load and unload truck, they use a plank of wood as the inclined plane. അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിനായിട്ട് ഈ ചെരിഞ്ഞ ഒരു വുഡ് വെച്ചിട്ടാണ് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ നടക്കുന്നത്. ഇൻ ഹോസ്പിറ്റൽ സം ഓഫ് ദെയർ ബിൽഡിങ്സ് ഇൻക്ലൈൻഡ് പ്ലെയിൻസ് കോൾഡ് റാംസ് ആർ പ്രൊവൈഡഡ് നെക്സ്റ്റ് ടു ദി സ്റ്റെയർകേസിന് പകരം പല ഹോസ്പിറ്റലിലും റാംസ് ഉണ്ട്, ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ദിസ് ഹെൽപ്പ് പുഷിങ് അപ്പ് വീൽ ചെയർ. ഇപ്പം നടക്കാൻ പറ്റില്ലാത്ത രോഗികളെയൊക്കെ വീൽ ചെയറിൽ കൂടെ അതിലൂടെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും. ഇപ്പം ലിഫ്റ്റൊക്കെ ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലും. എന്നാൽ പഴയ ഹോസ്പിറ്റലിലൊക്കെ ഈ സ്റ്റെയർകേസിനോട് ചേർന്ന് ഇൻക്ലൈൻഡ് പ്ലെയിനും ഉണ്ട്. ഓക്കെ, Did you enjoy rides down the slide when you were in the younger? Slide is the inclined plane. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർക്കിൽ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾ പാർക്കിൽ ഒക്കെ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കാണാം. നമ്മൾ അകത്തെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഊർന്നു വരുന്നത് അതും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനാണ്. സോ അപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്സ് അവർ വർക്ക് വെരി ഈസിയർ. സോ ഇറ്റ് ഈസ് ഓൾസോ എ സിമ്പിൾ മെഷീൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത സിമ്പിൾ മെഷീനാണ് ദ പുള്ളി. അപ്പം പുള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം. നമ്മൾ കിണർ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന കപ്പി എന്നൊക്കെ പറയുന്ന അത് കണ്ടിട്ടുണ്ടോ? അത് സെയിം തിങ് ഈസ് കോൾഡ് പുള്ളി. അപ്പം കപ്പിക്ക് പറയുന്നതാണ് പുള്ളി. അപ്പം കപ്പിയിൽ ആ റോപ്പ് ഇട്ടിരിക്കുന്ന ഒരു പോർഷൻ നിങ്ങൾക്കറിയാമല്ലോ, കയറിട്ടിരിക്കുന്ന പോർഷൻ. അപ്പം എഫേർട്ട് നമ്മൾ താഴേക്ക് ബലം കൊടുക്കുമ്പോൾ വാട്ടർ ആൻഡ് ബക്കറ്റ്സ് ആർ കം അപ്സ്. അപ്പം മുകളിലേക്ക് പൊങ്ങി വരും. അപ്പം ദാറ്റ് ഈസ് വെരി ഈസിയർ ടു ഡു അവർ വർക്ക്. നമുക്ക് വെള്ളം കോരാൻ ഈസിയാണ് കപ്പി ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ കപ്പിയില്ല, പുള്ളിയില്ല, ദർ ഈസ് നോ പുള്ളി. ഹൗ ഡു വി പിക്ഡ് അപ്പ് വാട്ടർ ഫ്രം ദ വെൽ? എങ്ങനെ നമുക്ക് വാട്ടർ ടേക്കപ്പ് ചെയ്യാം? എങ്ങനെ ചെയ്യാം? നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നതാണോ എളുപ്പം, അല്ലെങ്കിൽ ഒരു കപ്പിയെ കൂടെ ഇങ്ങനെ ഈസി ആയിട്ട് വലിച്ചെടുക്കുന്നതാണോ എളുപ്പം? സോ ഒരു പുള്ളി വെച്ചിട്ട് നമ്മൾ റോപ്പ് ഉപയോഗിച്ച് ആ റോപ്പിൻ്റെ അറ്റത്ത് ബക്കറ്റ് കെട്ടി അങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നതാണ് ഇറ്റ് ഈസ് ഈസിയർ. സോ പുള്ളി ഹെൽപ്പ് അസ് അവർ വർക്ക് ഈസിയർ. അങ്ങനെ സ്റ്റേഷനറി പുള്ളിയുണ്ട്. ഇപ്പം നമ്മൾ വെൽസിലൊക്കെ കാണുന്ന പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ കെപ്റ്റ് സ്റ്റേഷനറി, അവിടെ നിർത്തിയിരിക്കുകയാണ്, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ചില സാഹചര്യത്തിൽ ഈ 4-5 പുള്ളികൾ ചേർന്ന് മൂവ് ചെയ്ത് ഒരു ലോഡ് ക്യാരി ചെയ്യുന്നതായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നമ്മുടെ കർട്ടൻ
നമ്മുടെ സ്റ്റേജിലൊക്കെ വെക്കുന്ന കർട്ടൻ, അതിനകത്ത് ചെറിയ പുള്ളീസ് ഉണ്ട്. ആ പുള്ളി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് ഈ കർട്ടൻ പൊങ്ങിയും താഴിയും അതുപോലെ പല പല സംഭവങ്ങളും അങ്ങനെയുണ്ട്. ഈ മൂവ് ചെയ്യുന്ന പുള്ളിയുണ്ട്, അതുപോലെ ഫിക്സ് ചെയ്തിരിക്കുന്ന പുള്ളിയുണ്ട്. അപ്പോൾ 2 types of പുള്ളി. എനിവേ പുള്ളി ഈസ് എ സിമ്പിൾ മെഷീൻ. ഇറ്റ് ഹെൽപ്പ് അവർ വർക്ക് വെരി ഈസിയർ. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. കം ടു ദി ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ. A pulley is a small wheel with a groove around its outer edge. The groove can hold the rope in position. Pulley together with a chain or ropes is used to lift the object by changing the direction of force applied. There are 2 types of pulley, a fixed pulley and a movable pulley. The pulley used to drawing water from well in a fixed pulley. അപ്പം വെല്ലിൽ നിന്നും കിണറ്റിൽ നിന്നും വെള്ളം വലിച്ചു കോരുന്നത് ഇറ്റ് ഈസ് എ ഫിക്സഡ് പുള്ളി. ഇറ്റ് ഫിക്സഡ് ടു സം സപ്പോർട്ട്. റോപ്പ് ഈസ് പാസ്ഡ് ഓവർ ദി പുള്ളി. A bucket is tied one end of the rope, downward effect is applied and other end of the rope and the bucket of water comes up. അപ്പം നമ്മൾ താഴേക്ക് ഫോഴ്സ് എഫക്റ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വാട്ടർ പൊങ്ങി വരും അല്ലേ, വിത്ത് ബക്കറ്റ്. A fixed pulley make work easier by changing the direction of force. The small pulley is also used flagpole to hoist the flag. Movable pulley along with the fixed pulley are used to lift loads. പലയിടത്തും നിങ്ങൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം, മൂവബിൾ പുള്ളിയും ഫിക്സഡ് പുള്ളിയും ചേർന്ന് പല വലിയ മെഷീനറീസ്, പല സാധനങ്ങളും ലോഡിങ്ങിനും അൺലോഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം പുള്ളി ഹെൽപ്പ് us to do our work easier for drawing water from the wells. Effort is downward and the load carry upward. അതൊക്കെ വിത്ത് യൂസിങ് ഫിക്സഡ് പുള്ളി. അപ്പം പുള്ളി വെച്ചിട്ട് നമുക്ക് വെള്ളം ഡ്രോ ചെയ്യാം. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ മെഷീൻ. അപ്പം നമ്മൾ ലിവർ സിമ്പിൾ മെഷീൻ പഠിച്ചു, ഇൻക്ലൈൻഡ് പ്ലെയിൻ പഠിച്ചു, പുള്ളി പഠിച്ചു. ഇനി അടുത്ത സിമ്പിൾ മെഷീനാണ് വീൽ ആൻഡ് ആക്സിൽ. വീൽ ആൻഡ് ആക്സിൽ, ആക്സിൽ, വീൽ ആൻഡ് ആക്സിൽ. അപ്പം വീൽ ആൻഡ് ആക്സിൽ നിങ്ങൾക്ക് അറിയാം. വി നോ ദാറ്റ് പുഷിങ് എ ലോഡ് ഓൺ ദി വീൽ ഈസ് ഈസിയർ ടു ക്യാരി ഇറ്റ്. അപ്പം നമുക്ക് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് വലിച്ചു കൊണ്ട് പോകുന്നത്, ഒരു 2 ടയറുള്ള. അപ്പം നമുക്ക് ഇപ്പം പലരും നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അറിയാം, നമ്മുടെ വലിയ ബാഗ്സ് പലരും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് പോകുന്നത് കാണാം. അപ്പം നമുക്ക് ആ സാധനം എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അവർ എഫേർട്ട് ഈസ് വെരി ഹൈ. നമുക്ക് ധാരാളം എനർജി വേണം, ഫോഴ്സ് വേണം, പെട്ടെന്ന് ടയർഡാകും. ബട്ട് വി ക്യാൻ ഈസി ടു ഡു to carry one place to another place with a heavy load carrying a wheel and axle. Wheel itself is not a simple machine. ഒരു വീല് തന്നെയാണെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വീലിൻ്റെ കൂടെ ആക്സിലൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വെഹിക്കിൾസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീലിൻ്റെ കൂടെ ഇങ്ങനെ ആക്സിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, 2 വീല് അതിൻ്റെ നടുക്കായിട്ട് ആക്സിൽ. അപ്പോൾ ഇങ്ങനെ വീല് 2 ആക്സിലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. അപ്പം നമുക്ക് ലോഡൊക്കെ ഈസി ആയിട്ട് ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹെവി വെഹിക്കിൾസ് എൻജിനൊക്കെ ഇരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ 4 ടയറുകളാണ് ഹെവി ലോഡ്സ്. അപ്പം മുമ്പിലത്തെ 2 ടയറ് ഒരു ആക്സിലിൽ, പുറകിലത്തെ 2 ടയറ് വേറൊരു ആക്സിലിൽ. അപ്പോൾ എല്ലാ ലോഡുകളും വീൽ ആൻഡ് ആക്സിൽ ഉപയോഗിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വലിയ ജനറേറ്റർ പോലത്തെ സാധനങ്ങളിലൊക്കെ, വലിയ ജനറേറ്റർ ആണെങ്കിൽ അതേ ടയർ വീൽ ആൻഡ് ആക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വലിച്ചുകൊണ്ട് പോകുന്നതാണ് എളുപ്പം. നിങ്ങൾക്കറിയാം, പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ മെറ്റൽ റോഡ് ടാർ ചെയ്യുന്ന മെഷീൻസൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നത്. കാരണം എന്താ, അത് പൊക്കിക്കൊണ്ട് പോകാൻ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. വി ക്യാൻ വി നീഡ് വെരി എഫേർട്ട്. But it is crawling or rolling with the wheel and axle. We can easy to move the load one places to another place. So wheel and axle is reduce our work easier, become easier, and wheel and axle also a
simple machine. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. We know that pushing a load on the wheel is easier than carrying it, but the wheel by itself is not a simple machine. It become one only when the rod or a axle is attached to it. Wheel തന്നെ ഒരു simple machine അല്ല. Wheel and axle is a simple machine. Wheel with a rod attached to it is known as wheel and axle. Wheel and axle arrangements are done in all most big machines. Wheel and axle arrangements ആണ് എല്ലാ big machinesനും. Find out about the wheel and axle arrangements used in vehicles, sewing machine, egg beaters and സൈക്കിളുകളിൽ, സ്വീയിങ് മെഷീൻസിൽ, വെഹിക്കിൾസിൽ, ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്ന സിമ്പിൾ മെഷീനാണ് വീൽ ആൻഡ് ആക്സിൽ. സോ അടുത്ത നെക്സ്റ്റ് സിമ്പിൾ മെഷീൻ, ദി സ്ക്രൂ. സ്ക്രൂ നമുക്കറിയാം. സ്ക്രൂവും നെയിലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. നെയിലെന്ന് പറഞ്ഞാൽ നേരെയുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ സ്ക്രൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ വെട്ട് കാണും അല്ലേ? സ്ക്രൂ നമ്മളിങ്ങനെ പിരിച്ച് സ്ക്രൂ ഡ്രൈവർ വെച്ച് പിരിച്ച് കയറ്റുന്ന ഇതിനെയാണ് സ്ക്രൂ എന്ന് പറയുന്നത്. സ്ക്രൂ ഈസ് ഓൾസോ എ സിമ്പിൾ മെഷീൻ. അപ്പോൾ സ്ക്രൂ എന്ന് പറയുന്നത് ഇങ്ങനെ പിരിച്ച് കയറ്റുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ വണ്ടിയൊക്കെ ടയറൊക്കെ പഞ്ചറായി കഴിയുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? നമ്മൾ ഇങ്ങനെ പിരിച്ചാണ് നമുക്ക് ജാക്കി വെക്കുന്നത്, ജാക്കി. അതുപോലെ മെഷീൻസ്, ഹെവി മെഷീൻസിനൊക്കെ പല സ്ക്രൂ ഇങ്ങനെ പിരിച്ച് യൂസ് ചെയ്യുന്ന സ്ക്രൂസ് ഉണ്ട്. അതുപോലെ നെയില് പോലെ തന്നെ യൂസ് ചെയ്യുന്ന നീട്ടമുള്ള സ്ക്രൂ ഉണ്ട്. അപ്പം നെയിലിനൊക്കെ എന്താ പ്രത്യേകത? നെയിലും സ്ക്രൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നെയിലിനൊരു ഫിക്സഡ് ലെങ്തേ കാണുള്ളൂ. സ്ക്രൂവിനാണെങ്കിൽ കുറേ ലെങ്ത് കാണും. നമുക്ക് അത് കറക്കി നമുക്കത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹോൾഡ് എ ലോങ് ടൈം ദി ഒബ്ജക്ട്സ് ഓർ തിങ്സ് അല്ലേ? അത് കുറേ നേരത്തേക്ക് ഒബ്ജക്ട്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിച്ചത് സ്ക്രൂ ഈസ് ഓൾസോ എ സിമ്പിൾ മെഷീൻ. ഇറ്റ് ഹെൽപ്പ് ദി തിങ്സ് ടൈറ്റ്ലി ടുഗദർ. ഓക്കെ, അപ്പം നമ്മൾ സ്ക്രൂ ഒരു സിമ്പിൾ മെഷീനാണ്. അത് ഓരോ ഒബ്ജക്റ്റിനെ ടൈറ്റായിട്ട് ആസ് കമ്പയർഡ് ടു നെയിൽ മോർ ടൈറ്റ്ലി വിത്ത് തിങ്സ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ്. വൈ ഈസ് എ സ്ക്രൂ ബെറ്റർ ദാൻ നെയിൽ? എന്തുകൊണ്ടാണ് സ്ക്രൂ ഒരു നെയിലിനെക്കാട്ടും ബെറ്റർ ആണെന്ന് പറയുന്നത്? When we join things together with a screw, they are held together through a longer distance and thus cannot be forced apart easily. നമുക്ക് നെയിൽ പോലെ ഒരുപാട് ഫോഴ്സ് ചുറ്റികയൊന്നും കൊണ്ട് അടിച്ച് വേണ്ട ഈ സ്ക്രൂവ് നമുക്ക് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ സ്ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ ലിവറൊക്കെ വെച്ച് അത് കറക്കി അല്ലെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇറ്റ് ഈസ് ലോങ്ങർ ദാൻ കമ്പയർഡ് ടു നെയിലിനെക്കാട്ടിലും നീട്ടമുണ്ട്. അതുകൊണ്ട് ആ തിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഈസ് മോർ കപ്പാസിറ്റി ദാൻ നെയിൽ. സ്ക്രൂവിന് തിങ്സിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ബിക്കോസ് ദി നെയിൽ കമ്പയർഡ് ടു നെയിൽ, സ്ക്രൂ ഹാസ് മോർ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചത്. ഓൺ ദി അതർ ഹാൻഡ്, വെൻ വി ജോയിൻ തിങ്സ് നെയിൽ, they are held together only for a short distance. ഒരു നെയിൽ ഉപയോഗിച്ചാണ് നമ്മളൊരു തിങ്സിനെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുന്നെങ്കിൽ ആ ആണി ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റൻസേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നാൽ സ്ക്രൂ അങ്ങനെയല്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ജാക്ക് സ്ക്രൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ജാക്കി, വണ്ടിയൊക്കെ പൊക്കാൻ ഉപയോഗിക്കുന്ന വലിയ ഹെവി ലോഡ്സൊക്കെ ജാക്കി ഉപയോഗിച്ച് പൊക്കും. അപ്പോൾ അതെല്ലാം ഒരു സ്ക്രൂ ആണ്. ഇങ്ങനെ കറക്കി വരുമ്പോൾ ഈ സ്ക്രൂ ഇങ്ങനെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഹെവി മെഷീൻസൊക്കെ ഹോൾഡ് ചെയ്ത് നിർത്താനും ടൈറ്റ് ചെയ്ത് നിർത്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ മെഷീനാണ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രൂ ഈസ് എ സിമ്പിൾ മെഷീൻ വിച്ച് ഹെൽപ്പ് അസ് അവർ വർക്ക് വെരി ഈസിയർ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. ഇനി അവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കണം. അവിടെ ഒരു പെൻസിൽ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ട്രൈപ്സ് വരുന്ന രീതിയിൽ നമ്മൾ ആ പെൻസിലിനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു സ്ക്രൂ പോലെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു സ്ക്രൂ. അപ്പോൾ സ്ക്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രൂ എന്ന് പറഞ്ഞാൽ നെയിലുമായിട്ടുള്ള വ്യത്യാസം, ദർ ഇസ് എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആർ
സറൗണ്ടിങ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിന് അതിനകത്ത് ചുറ്റിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ചുറ്റിയിരിക്കുന്നത് അതുപോലെയാണ് ഒരു സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു മോഡലാണ്, സ്ക്രൂവിൻ്റെ ഒരു മോഡലാണ് ഫിഗർ 4.11 നിങ്ങൾ അവിടെ ആക്ടിവിറ്റി കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിക്കാം. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ, കട്ട് ഔട്ട് ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, കളർ ഓഫ് ദി എഡ്ജ് ഓപ്പോസിറ്റ് ടു ദി റൈറ്റ് ആംഗിൾ, ദാറ്റ് വിൽ ബി ദി ലോങ്സ്റ്റ് സൈഡ്, wrap the edge around the pencil, the colored inclined edge forms edge of the screw. This provide that screw is a inclined plane wrapping around the nail. ഒരു നെയിലിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ചുറ്റിയിരിക്കുന്ന പോലെയാണ് സ്ക്രൂ. അപ്പം നിങ്ങൾക്കറിയാം അവിടുത്തെ ആ സ്ട്രൈപ്സ് വന്നിരിക്കുന്നത് പെൻസിലേൽ ഒരു സ്ക്രൂ പോലെയാണ്. അപ്പം നിങ്ങൾ സ്ക്രൂ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയാം. സ്ക്രൂ ഈസ് ബെറ്റർ ദാൻ നെയിൽ ഫോർ ഹോൾഡിങ് തിങ്സ് ടൈറ്റ്ലി. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബിഗർ സ്ക്രൂസ് കോൾഡ് സ്ക്രൂ ജാക്സ് ആർ യൂസ്ഡ് ടു ലിഫ്റ്റ് ദ കാർ ആൻഡ് അതർ ഹെവി ഒബ്ജക്ട്സ്. ഹാവ് യു നോട്ടീസ് ദ സ്ക്രൂ ഈസ് യൂസ് റിവോൾവിംഗ് ടൂൾസ്, ചെയേഴ്സ് ആൻഡ് ഇയർ സ്റ്റഡ്. Can you think the big machine in which a screw is not used? All the big machines are combination of some these simple machines. അപ്പം നിങ്ങൾ ചെയറുകൾ, പല ചെയറുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ക്രൂ ചെയ്തിരിക്കുന്ന ചെയറുകൾ, അങ്ങനത്തെ ഒബ്ജക്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം സ്ക്രൂ ഈസ് ഓൾസോ ഹെൽപ്പ് us to our work easier. So these are the five simple machine. First we studied lever, second inclined plane, third pulley, wheel and axle, screw. Okay, you have to do the checkpoint yourself, and next class we will discuss checkpoint and about energy, different forms of energy and all. So you carefully read the textbook and 2 or 3 times read the textbook and look at the figures very carefully, checkpoints very carefully, read the experiment very carefully. So I am winding up this section. So you have to study. Discussions will be later in your WhatsApp. So thank you all.